Okay. Question number 4. Then question number 5. Define the resistivity and give its SI unit. Define resistivity and give its SI unit. എന്താണ് resistivity? Resistor എന്താണെന്ന് പറഞ്ഞു. എന്താണ് resistor? കറണ്ടിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് resistivity? Resistivity of a material. അപ്പോൾ ആ റെസിസ്റ്ററിന്റെ resistivity എന്ന് പറയുന്നത് resistivity of a material is defined as the resistance offered by wire of that material having length of 1 meter and cross-sectional area 1 meter square. SI unit of the resistivity is ohm meter. നമ്മുടെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്ന് പറഞ്ഞു. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഡിവൈസിന്റെ എന്താണ് മെറ്റീരിയൽസ് ഹാവിംഗ് ലെങ്ത് ഓഫ് 1 meter and cross-sectional area. അതിന്റെ cross-sectional area കൺസിഡർ ചെയ്ത് പറയുന്ന റെസിസ്റ്ററിന്റെ ഇതാണ് എന്താ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് പറയുന്നത് റെസിസ്റ്ററിന്റെ ഓമും റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്ററുമാണ്. റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ മാറിപ്പോകരുത്. റെസിസ്റ്ററും റെസിസ്റ്റിവിറ്റിയും മാറിപ്പോകരുത്. റെസിസ്റ്ററിന്റെ ഓമും റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്ററുമാണ്. ഓക്കെ. Next question, okay. Okay, next, write the sequence of the color band on a carbon resistor and whose value is 47 ohm plus or minus 10%. Write the sequence of color band on a carbon resistor whose value is 47 ohm plus or minus 10%. Answer, okay, 47 ohm plus or minus 10% equal to 47 into 10 raised to 0 ohm plus or minus 10%. The sequence of the color band should be yellow, violet, black and silver. Just വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ കിർച്ചോഫ്സ് ലോ വച്ചിട്ടുള്ള എന്താണ് നോട്ട്സ് ഉണ്ടല്ലോ, എന്താ പ്രോബ്ലംസ് വരും, അത് നമ്മള് നന്നായിട്ട് പഠിച്ചേക്കുക. ഓക്കെ. When current drawn from a cell increases, the potential difference between the cell electrodes decreases. Why? We know that the potential difference V between the cell electrode is given by V is equal to E minus R into L. E is the EMF of the cell, R is the internal resistance, and both of them are constant for a given cell. And it is obvious that L increases, the value of V decreases. Length increase പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുമെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇന്നലെ ഇതില് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. Define the electric conductivity and write its unit. How does electrical conductivity depends on free electron concentration of the conductor? ഈ ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കുന്നത് കിർച്ചോഫ്സ് ലോയും അതുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്രാം തന്നിട്ടുള്ള പ്രോബ്ലംസും ആണ്. ഓക്കെ. Define electrical conductivity, write its essay. നമ്മൾ വാരി വലിച്ച് ഈ 30 ചാപ്റ്റർ പഠിക്കരുത്. നമുക്ക് പബ്ലിക് എക്സാമിന് പറഞ്ഞിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് മറ്റുള്ള ചാപ്റ്റേഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാമുള്ളൂ. ഈ പബ്ലിക് എക്സാമിന്റെ ചാപ്റ്റേഴ്സും നന്നായിട്ട് തറായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് നമ്മൾ MCQ വരാൻ പാകത്തിന്. ഇപ്പൊ യൂണിറ്റ് ഡയമെൻഷനിലെ ചാപ്റ്റർ ഒന്നും പബ്ലിക് എക്സാമിന്റെ ചാപ്റ്ററിന് വന്നിട്ടുള്ളതല്ല. പക്ഷെ എന്താണ് അതിലെ യൂണിറ്റുകൾ, യൂണിറ്റ് ഡയമെൻഷൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പബ്ലിക് എക്സാമിന്റെ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് വരുന്ന PYQs ചെയ്ത് പഠിക്കുക.
Define electrical conductivity, write its unit, and how does electrical conductivity depends on free electron concentration of the conductor. എന്താണ് conductivity? Conductor എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദാം അല്ലെ. കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ഇൻസുലേറ്ററിലൂടെ പാസ് ചെയ്യില്ല. അപ്പൊ ഇവിടെ എന്താണ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് എ മെഷർ ഓഫ് ദ കേസ് വിത്ത് വിച്ച് ദ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ അല്ലെ. അങ്ങനെ കണ്ടക്ടറിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോഴാണ് കണ്ടക്ടർ എന്തുണ്ടാവുന്നത്, കണ്ടക്ടിവിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റിവിറ്റി. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് എന്താണെന്നും റെസിസ്റ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു. ആ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്, അതായത് 1 റെസിസ്റ്റിവിറ്റി ആണ് എന്ത്, കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് കണ്ടക്ടിവിറ്റിയെ ഡെൽറ്റ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1/ρ. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ആൻഡ് ഡെൽറ്റ ഈസ് ദ കണ്ടക്ടിവിറ്റി. ടെക്സ്റ്റിലേക്ക് നോക്കുക. റോ ഈസ് ദ, ഡെൽറ്റ ഈസ് ദ conductivity and rho is the resistivity. ആ റോ അതിന്റെ റെസിപ്രോക്കൽ ആണ് ആര്, കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി is also defined as the ratio of the current density of electric intensity. വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. എന്താണ്, റേഷ്യോ ഓഫ് ദ കറന്റ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഇന്റൻസിറ്റി. കറന്റ് ഡെൻസിറ്റി J ഡിവൈഡഡ് ബൈ E. അപ്പൊ J കറന്റ് ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, J is equal to delta E എന്ന് എഴുതാം. E is the electric intensity ആണ്. Their current density is a vector in the same direction as the field. J is equal to delta E. Vector ആവുമ്പോൾ നമ്മൾ എന്താണ്, വെക്ടർ ഡയഗ്രാം കൊടുക്കുക. Then P is equal to 2m divided by n e square tau and delta is equal to n e square tau divided by 2m. Conductivity is defined as directly proportional to the number of the density of electron. നമ്മുടെ ടെക്സ്റ്റിൽ ചെറിയ ഇതുണ്ട്, അവിടെ P എന്ന് തന്നിരിക്കുന്നത് P അല്ലട്ടാ, അതായത് വെക്ടർ ക്വാണ്ടിറ്റിയുടെ കേസിൽ എഴുതുമ്പോൾ നമുക്ക് ഡെൽറ്റയെ എന്തുകൂടി ആയിട്ട് എഴുതാം, ഡെൽറ്റക്ക് രണ്ട് ഇക്വേഷൻ, അതായത് കണ്ടക്ടിവിറ്റിയുടെ ഒരു ഇക്വേഷൻ 1/ρ, ഇത് കണ്ടക്ടിവിറ്റി, ഇത് റെസിസ്റ്റിവിറ്റി. Then വേറൊരു ഇക്വേഷനും കൂടി ആയിട്ട് ഡെൽറ്റ ഇസ് ഈക്വൽ ടു J/E. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ E is equal to, സോറി, J is equal to ഡെൽറ്റ E എന്ന് എഴുതുന്നു. ഇതിന് നമ്മൾ വെക്ടർ അഡീഷൻ, വെക്ടർ ക്വാണ്ടിറ്റി കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എഴുതാം. ഇതാണ് ഒരു ഇക്വേഷൻ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, ഡെൽറ്റ സിഗ്മ മീൻസ് സിഗ്മ ഇസ് ഈക്വൽ ടു, സോറി, റോ ഇസ് ഈക്വൽ ടു 1/delta എന്ന് എഴുതാം അല്ലെ, അല്ലെങ്കിൽ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1/ρ എന്ന് എഴുതാം. നമുക്ക് ഈ റോ എന്താണെന്ന് അറിയാം. നമ്മുടെ ടെക്സ്റ്റിൽ P എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി കാണിച്ചത്. n e square tau ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 1 divided by 2m divided by n e square tau. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെഴുതുമ്പോ ശരിയായില്ലേ. കണ്ടക്ടിവിറ്റി is directly proportional to the number of density of the electron. അതായത് കണ്ടക്ടിവിറ്റി is directly proportional to the number of density of the electron. to n-ന്, സോറി, n-ന് is directly proportional ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയപ്പോ മനസ്സിലാകും. ഒന്ന് അത് 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Then question number 9. The terminal potential difference between the terminals of a battery of EMF is E, and internal resistance R is measured to be 1.6 volt. When 0.5 ampere current is drawn from it, and 1.2 volt when 1 current is drawn from it. Calculate the EMF and internal resistance of the cell. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
terminal velocity. Terminal potential difference between the terminals of a battery of EMF E and internal resistance R is measured to be 1.6 volt when 0.5 ampere current is drawn from it and 1.2 volt when 1 ampere current is drawn from it. അതായത് 0.5 ആംപിയർ കറണ്ട് എടുക്കുമ്പോൾ 1.6 വോൾട്ടും 1 ആംപിയർ കറണ്ട് എടുക്കുമ്പോൾ 1.2 വോൾട്ടും ആണ് നമ്മൾ കൊടുക്കുന്നത്, മെഷർ ചെയ്യുന്നത്. അപ്പോൾ EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ആണ് കാണേണ്ടത്. We know that EMF E of a cell and its terminal potential difference V are correlated as. നമുക്കൊരു ഇക്വേഷൻ അറിയാം, ഇന്നലെ പഠിച്ചതാണ് E minus I into R. And I is the current drawn and R is the internal resistance of the cell. Now it is given that for I1 നമുക്ക് 0.5 ആംപിയർ എന്നും അപ്പൊ അവിടെയുള്ള വോൾട്ട് 1.6 വോൾട്ട് എന്നും എടുക്കാം. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് എത്ര കറണ്ടിന്റെ കാര്യവും I2 is equal to 1 ആംപിയർ കറണ്ടും അവിടെ കൊടുക്കുന്ന V2 എന്ന് പറയുന്നത് 1.2 വോൾട്ടും ആണ്. അപ്പൊ we have 1.6 volt is equal to E minus I 0.5 into internal resistance R. And next case, the 1.6 volt is equal to E minus 1.0 R. ഇതിനെ രണ്ടിനെയും കൂടി സബ്സ്ട്രാക്ട് ചെയ്യാം. Subtracting 2 from 1. Then we get 1.6 ൽ നിന്ന് 1.2 കുറയ്ക്കുമ്പോൾ 0.4 and T minus E 0 ആയി പോകും. 0.5 ൽ നിന്ന് അതായത് 1 ൽ നിന്ന് 0.5 കുറവ് നമുക്കറിയാം എന്ത് കിട്ടും, 0.5 R കിട്ടും. Then we get from this equation R is equal to 0.4 divided by 0.5. 0.4 divided by 0.5 നമുക്ക് എങ്ങനെ ചെയ്യാം? പോയിന്റ് മാറ്റി ചെയ്യുമ്പോൾ എന്ന് കിട്ടും. Okay, then substituting the value of R in the equation 1. ഇത് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഏത് ഫസ്റ്റത്തെ ഇക്വേഷൻ 1.6 is equal to E minus 0.5 into R. അതിലേക്ക് നമ്മുടെ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും, E minus 0.4 എന്ന് കിട്ടും. Therefore, E is equal to 1.6 plus 0.4. That's equal to 2.0. 1.6 plus 0.4 is equal to 2.0 volt. Okay. മനസ്സിലായതായിരിക്കണു. The next chapter is chapter 18, magnetism and magnetic effect of electric current. എന്താണ് magnetism and the magnetic effect of electric current? ഇതൊരു ബേസിക് ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ ഏതൊരു കണ്ടക്ടറിലൂടെയും ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റും എന്തുണ്ടാവുന്നു, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നു എന്ന തെളിയിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഏതൊരു കണ്ടക്ടറിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. അതാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ. മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റിക് എഫക്ട് ഉണ്ടാകും എവിടെ, കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും. അത് മനസ്സിലാക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഓക്കെ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൻ ആംഗിൾ ഓഫ് ടിപ്പ് അറ്റ് ദ മാഗ്നറ്റിക് ഇക്വേറ്റർ? അറ്റ് ദ മാഗ്നറ്റിക് ഇക്വേറ്റർ ദ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ടിപ്പ് ഇസ് ഡെൽറ്റ. അത് ജസ്റ്റ് വായിച്ചു വിടാം, ഇതിൽ ആവശ്യമുള്ളത് വരുമ്പോൾ
ഞാൻ പറഞ്ഞുതരാം. Wire held vertical in front of an observer carrying current in the upward direction. With respect to the observer, what will be the direction of the magnetic field of a point behind the wire? The magnetic field will be horizontal, directed to the left of the observer in accordance with right hand thumb rule. നമ്മള് right hand thumb rule ഒക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ. നമ്മളിങ്ങനെ പഠിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അത് 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റിലുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഹൊറിസോണ്ടൽ, ഡയറക്റ്റഡ് ടു ദ ലെഫ്റ്റ് ഒബ്സർവർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതായിരിക്കും എന്താ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും, ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ. ഇത് കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ആണെങ്കിൽ ഇതായിരിക്കും എന്താ magnetic field in the direction. Then question number 3, okay. State Biot-Savart's law. ഇതാണ് റൈറ്റ് ഹാൻഡ് റൂൾ വരുന്നത്. അതായത് ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും എന്ത് മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലായോ? മനസ്സിലായോ? അതായത് ഇത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഇതായിരിക്കും ഈ മരലില്ലേ, അതായിരിക്കും എന്താ കാന്തിക മണ്ഡലം, അതായത് മാഗ്നറ്റിക് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയേ. സ്റ്റേറ്റ് Biot-Savart's law and use it. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്റ്റേറ്റ് Biot-Savart's law and use it to find the magnetic field at the center of a circular loop having n turns of the radius r each and carrying current I. ഇവിടെ നോക്കി എന്താണ് Biot-Savart's law. Biot-Savart's law gives a quantitative relationship between the current in the conductor and resulting magnetic field at a point in the space around it. ഞാൻ പറഞ്ഞില്ലേ, കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. Each part can conductor contributes to magnetic field around it. The net value of magnetic field B at a point is thus combined effect of all individual parts of the conductor. As shown in the figure, the net magnetic field due to any current carrying conductor is the vector sum of the contributions due to the current in each infinitesimal element of the length delta. അതായത് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടർ ആണ്. കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അത് നെറ്റ് എമൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് പോർഷൻ മാത്രമാണ്. അവിടത്തെ കണ്ടുപിടിച്ചതിന് ശേഷം അത് സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതുകൊണ്ടാണ് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനെ ആദ്യം കൺസിഡർ ചെയ്യുക, അതിനെ കണ്ടുപിടിക്കുക, അതിന്റെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ടക്ടറിന്റെ മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. Then experiment shows that the field B due to an element delta L depends on. ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ലെങ്ത് ഓഫ് ദ എലമെന്റ് ഡെൽറ്റ എൽ and inversely proportional to the square of the distance observation point P from the element delta. അവിടെ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, ആ പോയിന്റ് ആണ് ഒബ്സർവേഷൻ പോയിന്റ്, അവിടെ നിന്നും ഡെൽറ്റ എല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. അതിന്റെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ത് അവിടെ ഉണ്ടാവുന്ന magnetic field എന്ന് പറയുന്നത്. Magnetic field is inversely proportional to the square of the distance of the observer point
from the element delta and the angle between the element and the line joining the element to the observation point. ഇങ്ങനെ 4 സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് കറണ്ടിനെ, രണ്ട് അതിന്റെ ലെങ്ത് ഡെൽറ്റ എല്ലിന്, 3 ഒബ്സർവേഷൻ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. Square of the distance inversely proportional ആണ്. Then angle between the element and the line joining the element. അതവിടെ കാണിച്ചിട്ടുണ്ട്. Theta എന്നുള്ളത് angle between the line joining the element to the observation point. Observation പോയിന്റിലേക്ക് വരക്കുന്ന ആ ലൈനും കണ്ടക്ടറിന്റെ ഇതും തമ്മിൽ യോജിപ്പിക്കുന്ന ആ ആംഗിൾ ആണ് തീറ്റ. അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും the magnetic field of the conductor. Then we can write. നമുക്ക് ഇനി എന്താ എഴുതാം? മാഗ്നറ്റിക് ഫീൽഡ് ഇത്രയും സംഭവങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും? ഡെൽറ്റ ബി ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആവുമ്പോൾ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡെൽറ്റ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യും, സൈൻ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ആരെ മാത്രമാണ് അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വന്നത്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വന്നത്. നമുക്ക് അവിടെ ബയോ-സാവർട്ട്സ് ലോയിൽ പറയുന്ന പെർമിയബിലിറ്റി ആണ് μ0 divided by 4π. അവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ്ലി എന്ന് പറയുമ്പോൾ ഈക്വൽ ടു നമുക്കൊരു കോൺസ്റ്റന്റ് വരുമല്ലോ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. Then I dl sin theta divided by r square. Okay, where μ0 is permeability of the vacuum ആണ്. μ0 is the permeability of the vacuum. μ0 is the permeability of the vacuum and its value is 4π into 10 raised to -7. And the value of the permeability of air is also near equal to μ0. Permeability of air is also equal to μ0 if the conductor is placed in a medium other than air. The value of the field is altered and is given by B is equal to mu B0. Here mu represent the permeability of the medium. മനസ്സിലായെന്ന് വിചാരിക്കണോ? നമ്മളൊരു കറണ്ട് ക്യാരി കണ്ടക്ടർ എടുക്കുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇക്വേഷൻ എഴുതുന്നു. പെർമിയബിലിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റിയുടെ വാല്യൂ പഠിക്കുന്നത് ഡെൽറ്റ ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I delta L sin theta divided by r square ആണ്. Then μ0 divided by 4π I dl sin theta divided by r square. μ0 is permeability of the vacuum and its value is 4π into 10 raised to -7. ഇനി ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ബയോ-സാവർട്ട്സ് ലോ. ഷോൺ ജോയ് 165 ആണ് പേജ് നമ്പർ. Okay, no reply. Applications of Biot-Savart's law. You know that Biot-Savart's law gives the magnitude of the magnetic field. അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് ബി ഡെൽറ്റ ബി എന്ന് പറയുന്നത് μ0 divided by 4π into I dl sin theta divided by r square. അപ്പൊ you know that the Biot-Savart's law gives the magnitude of the magnetic field. Just now apply to find a field around the conductors of different shapes. Okay, note that to calculate the net field due to different segments of the the field coil, circular coil ആണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതിലൂടെയാണ് ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഡയഗ്രത്തിലേക്ക് നോക്കാം. O is the center. നമ്മൾ ആ സർക്കുലർ സർഫസിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷൻ ആണ് എടുക്കുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ കോയിൽ ക്യാരിങ് കറണ്ട്. കറണ്ട് ക്യാരിങ് കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് നോക്കുന്നത്. Figure shows a circular coil of radius r carrying current I. To calculate the magnetic field at its center O, we first consider a small current element delta L of the circular coil.
Note that the angle between the current element delta L and R is 90. അത് എങ്ങനെയാണ് 90 ഡിഗ്രി വരുന്നത്? നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും അതിന്റെ സർഫസിലേക്ക് വരക്കുന്ന ഏതൊരു റേഡിയസും അവിടെ എന്ത് ആംഗിളാ മേക്ക് ചെയ്യുന്നത്? 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കാം. അതുകൊണ്ടാണ് ആംഗിൾ ബിറ്റ്വീൻ ദ കറന്റ് എലമെന്റ് ഡെൽറ്റ എൽ ആൻഡ് ആർ ഇസ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. ആൻഡ് ഫ്രം ദി ഇക്വേഷൻ 1 എടുക്കുന്നത് എവിടെയാ? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് delta B, that is magnetic field, is equal to mu0 divided by 4 pi I dl sin theta r square. ഇതാണ് ഇത് equation 1. We know that the field at the center O due to delta L is delta L നമ്മൾ എടുത്തിരിക്കുന്നത് സർഫസിലാണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഓയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ്, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി ഡെൽറ്റ ബി is equal to mu0 4 pi ഡെൽറ്റ എൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ ഇനി തീറ്റയ്ക്ക് നമ്മുടെ വാല്യൂ കൊടുക്കണം. എന്താണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ? സൈൻ 90. ബിക്കോസ് നമ്മൾ പറഞ്ഞു റേഡിയസ് സർഫസിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് സൈൻ 90 ഡിഗ്രി വരും. വാട്ട് ഇസ് സൈൻ 90 ഡിഗ്രി? നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ ഒരു ടേബിൾ അയച്ചു തന്നിട്ടുണ്ടായി. അവിടെ നമുക്കറിയാം മാത്തമാറ്റിക്കലി സൈൻ 90 is equal to 1 ആണ്. സൈൻ 90 is equal to 1. So this equation is replaced there. mu0 divided by 4 pi I into delta L divided by r square. And the direction of delta B is normal to the plane of the coil. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഇതാണ് കോയിലിന്റെ നമ്മൾ എടുത്തിരിക്കുന്ന പ്ലെയിൻ. അതിനും നോർമൽ ആണ് എന്ത്? നമ്മുടെ ഡയറക്ഷൻ ഡെൽറ്റ ബി, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് നമുക്ക് എന്താണ്? നോർമൽ ആണ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഇങ്ങനെയും ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥമാണ് therefore the point of the circular coil will be in the same direction. The resultant is obtained by adding all the contributions at the center of the loop. V is equal to sigma delta B. That's equal to mu0 I divided by 4 pi r square into sigma delta L. That's equal to mu0 I divided by 4 pi r square delta L. ഡെൽറ്റ എൽ നമ്മൾ ചെറിയ ഒരു ഭാഗം എടുത്തപ്പോൾ ഡെൽറ്റ എല്ലും അതിന് മൊത്തമായിട്ട് കൺസിഡർ ചെയ്യാൻ സിഗ്മ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്കറിയാലോ അത് എന്താണ്? സർക്കിളാണ്. സർക്കിളിന്റെ ഏരിയ കാണാൻ, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 pi r ആണ്. സർക്കിളിന്റെ ഏരിയ അല്ല, പെരിമീറ്റർ, ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2 pi r ആണ്. Therefore, hence the magnetic field at the center of the 2 pi r square നിന്ന് നമുക്ക് കുറെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് കിട്ടും? mu0 I divided by 2r. Magnetic field B is equal to mu0
I divided by 2R. ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എങ്ങനെ എഴുതാം? ഈ നമ്പർ ഓഫ് ലൂപ്സിലേക്ക് നമുക്ക് എന്ത് എഴുതാം? ആപ്ലിക്കേഷൻ എന്താണ്? Okay. Okay, then question number 4. Obtain an expression for torque experienced by the coil of the galvanometer when I passed through it. What purpose does radial magnetic field serve in a moving coil galvanometer? ഇത് നമ്മളോട് ചോദിക്കാറുണ്ട്. എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ? Okay, moving coil galvanometer chapter question number 4 ആണ്. എന്താണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാല്? നമ്മളൊരു ഞാൻ പറഞ്ഞു, ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പോകുമ്പോൾ നമുക്ക് വൈദ്യുതി കണ്ടുപിടിക്കാനുള്ള ഡിവൈസ് മീറ്റർ ആണ്. എന്നാൽ ഒരു സർക്യൂട്ടിലൂടെ ചെറിയ വൈദ്യുതി ഇതുള്ളൂ എങ്കിൽ, എന്ത് വളരെ കുറച്ച് വൈദ്യുതിയെ പോകുന്നുള്ളെങ്കിലും അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാരണമാണ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാല്. അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. സോ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കി എന്താണ് ഗാൽവനോമീറ്റർ എന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു സർക്യൂട്ടില് വൈദ്യുതിയുടെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ മാഗ്നറ്റിക് ഫ്രെയിമിലെ കോയിലുകളെ ചുറ്റി വെച്ചിട്ടാണ് ഗാൽവനോമീറ്റർ നിർമ്മിക്കുന്നത്. എന്തില്? ഒരു നോൺ മാഗ്നറ്റിക് ഫ്രെയിമിലെ കോയിലുകൾ ചുറ്റി വെച്ചിട്ടാണ് ഗാൽവനോമീറ്റർ നിർമ്മിക്കുന്നത്. ഇനി അതിന്റെ പ്രവർത്തന തത്വം, അതായത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ
ഒരു കോയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ടോർക്ക് മൂലം അത് കറങ്ങാൻ കാരണമാവുകയും അങ്ങനെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ആ കോയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ടോർക്ക് മൂലം അത് കറങ്ങും. അപ്പൊ അവിടെ എന്തുണ്ടാവുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെ ആൽഫ എന്നും ബീറ്റ ഇസ് ദ റീസ്റ്റോറിംഗ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റും ആണ്. Therefore, NBIA sin theta is equal to K എന്നും sin theta is equal to 90 ഡിഗ്രി ആണെങ്കിൽ theta is equal to 90 ഡിഗ്രി ആണെങ്കിൽ sin theta is equal to എന്താണ് sin 90 is equal to 1 ആകും. Therefore, NBIA is equal to K ആകും. അതായത് അവിടെ ഉണ്ടാകുന്ന വ്യതിചലനം കറണ്ടിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. K ഡിവൈഡഡ് ബൈ NBA എന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. അതായത് I is equal to K ഡിവൈഡ് ബൈ NBA എന്നത് എന്താണ് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. കൂടുതൽ സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം. B അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലും യൂണിഫോമും റേഡിയലും ആയിരിക്കണം. തേർഡ് വൺ ഈ കോയിലിന്റെ വിസ്തീർണം ഏറ്റവും കൂടുതലായിരിക്കണം. ദെൻ ഫോർത്ത് വൺ ടോർഷണൽ കോൺസ്റ്റന്റ് കുറവായിരിക്കണം. ഇത് ഞാനൊരു മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ടിലെ വൈദ്യുതി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഒരു നോൺ മാഗ്നറ്റിക് ഫ്രെയിമിലെ കോയിൽ ചുറ്റി വെച്ചിട്ടാണ് ഗാൽവനോമീറ്റർ നമ്മൾ നിർമ്മിക്കുന്നത്. ആ കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ടോർക്ക് മൂലം അത് കറങ്ങാൻ കാരണമാവുകയും അങ്ങനെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിലായത് വിചാരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ കോയിൽ ചുറ്റി വെക്കും കേട്ടോ. ഇങ്ങനെ കോയിൽ ചുറ്റി വെച്ചേക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 കേട്ടോ. എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ question? A device doing precisely this is called a galvanometer. It works on the principle that a current carrying coil when placed in a magnetic field. മനസ്സിലാകുന്നുണ്ടല്ലോ? A current carrying coil placed in a magnetic field experiences torque. അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ടോർക്ക് ഉണ്ടാവുന്നു. A galvanometer consists of coil wound on a non-magnetic frame. Non-magnetic ഫ്രെയിമിനെ കമ്പിച്ചുരുളാണ് നമ്മൾ ഗാൽവനോമീറ്റർ ഉണ്ടാക്കുന്നത്. And a soft iron cylinder is placed inside the coil. എന്നിട്ട് ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ ഈ ചുരുളിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കയറ്റി വെക്കുന്നു. The assembly is supported on two pivots attached to spring with a point. എന്നിട്ട് രണ്ടും അറ്റാച്ച് ചെയ്യുക. And this is placed between the pole pieces of a horseshoe magnet providing radial field. എന്നിട്ട് അതൊരു horseshoe magnet radial field പ്രൊവൈഡ് ചെയ്യുന്ന ഒരു horseshoe magnet ആയിട്ട് place ചെയ്യാം. To understand the working of a moving coil galvanometer, we recall that when current is passed through the coil, it will rotate due to the torque acting on it. ഇനി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യിക്കുക. അവിടെ കറണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടോർക്ക് കാരണം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. Sets up a restoring force acts as torque. അപ്പൊ അവിടെ സ്പ്രിംഗ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. And if alpha is the angle of the twist and K is the restoring torque per unit twist or torsional cone, we can write NBIA sin theta is equal to K alpha. For theta is equal to 90 degree ആയതുകൊണ്ട് sin theta നമുക്ക് 1 ആയി കിട്ടും. Then NBIA is equal to K alpha. അവിടെ നിന്നും I എന്ന് പറയുന്നത് എന്താണ്? INBA divided by K is equal to alpha and I is equal to K alpha divided by NBA. ആ K alpha K divided by NB എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ആണ്. അവിടെ from this we concluded that alpha is directly proportional to എന്ത് മാത്രമാണ്? ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ദ ട്വിസ്റ്റ് directly proportional to the current. കറണ്ടിന് directly proportional ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. And that is deflection produced in a galvanometer is proportional to the current through the galvanometer. ഗാൽവനോമീറ്ററിൽ ഉണ്ടാവുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യും. And it is defined as the deflection of the coil per unit current. The more the current is stronger, and the coil turns more. Galvanometer can be constructed to respond to very small currents or other
or the order of 0.1 microampere. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കറണ്ട് പോലും നമുക്ക് എന്താണ് ഗാൽവനോമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ആൻഡ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ഗാൽവനോമീറ്റർ എന്താണ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? N should be large, number of turns, and B should be large, uniform and radial ആയിരിക്കണം. And area of the coil should be large and torsional constant should be small. K is the restoring torque per unit restored torsional constant. K ആണ് torsional constant കേട്ടോ. The value of N and A cannot be increased beyond a certain limit. Large values of N and A electrical and internal resistance and price galvanometer. We can be increased using a strong horseshoe magnet and by mounting the coil on a soft iron core. The value K can be decreased by the use of materials such as quartz or phosphorus bronze. Due to radial magnetic field, torque on the coil galvanometer remains at tau is equal to എന്താണ് NBA. NBA നമുക്ക് എന്താ എഴുതാം? torque ആയിട്ട് എഴുതാം respective of the orientation of the coil in the magnetic field. Simple ആണ് coil galvanometer പഠിക്കുക. അതായത് ആ ഇക്വേഷൻ അനുസരിച്ച് BIA sin theta is equal to K alpha. Alpha is the torsional constant. Alpha is the angle of the twist. Alpha is directly proportional to the current. The current is directly proportional to alpha. This is dependent on NBA. B is the magnetic field. A is the area. So N is the number of turns. Okay. So moving coil galvanometer. കുറച്ചും കൂടി ഇടാം. അപ്പൊ നമുക്ക് എന്തായാലും നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ എന്നോട് ചോദിക്കും.